നീന്തൽക്കുളത്തിൽ വിസ്മയം തീർത്ത ഭിന്നശേഷിക്കാരനായ മൻസൂർ. പാരാസ്വിമ്മിംഗിൽ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച മൻസൂർ 3 ഇനങ്ങളിൽ സ്വർണ്ണ മെഡൽ ജേതാവായി. ഗോവയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മൻസൂർ കേരളത്തെ പ്രതിനിധീകരിക്കും. നീന്തൽക്കുളത്തിൽ വിസ്മയങ്ങൾ തീർക്കുന്ന പൊന്നാനി സ്വദേശി ഭിന്നശേഷിക്കാരനായ മൻസൂറിന് സ്വപ്നങ്ങളേറെയാണ്. ദേശീയ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കാനൊരുങ്ങുന്ന മൻസൂർ സാമ്പത്തിക പ്രയാസത്തെ മറികടക്കാനാവാതെ പ്രയാസത്തിലാണ്. 3-ാം വയസ്സിൽ പോളിയോ ബാധിച്ച ശരീരത്തിൻ്റെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട മൻസൂർ പ്രതിസന്ധികൾ ഓരോന്നും കഠിനപ്രയത്നം കൊണ്ട് മറികടന്നാണ് വളർന്നത്. ഇരുകാലുകളും തളർന്ന മൻസൂർ പഠനത്തിൽ മികവ് തെളിയിച്ച് തൻ്റെ ഡിഗ്രി പഠനവും പൂർത്തീകരിച്ചു. സർക്കാർ ജോലി സ്വപ്നം കണ്ട മൻസൂർ ഇതിനായി പ്രയത്നിക്കുമ്പോഴും വിവിധ മത്സരങ്ങളിലും മികവ് തെളിയിച്ചു. തൃശ്ശൂരിൽ ഭിന്നശേഷിക്കാർക്കായുള്ള ബാസ്കറ്റ്ബോൾ കോർട്ടിൽ പരിശീലനം നേടി സംസ്ഥാന ടീമിൽ ഇടം നേടി. ഇതിനിടെ തൃശ്ശൂരിൽ നടന്ന പാരാ സ്വിമ്മിംഗ് മത്സരത്തിൽ മലപ്പുറത്തിനായി പങ്കെടുത്ത ഈ യുവാവ് റെസ്ട്രോക്ക് 50 മീറ്റർ, ബാക്ക് സ്ട്രോക്ക് 50 മീറ്റർ, 100 മീറ്റർ എന്നീ ഇനങ്ങളിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടി. ഒക്ടോബർ 20-ന് ഗോവയിൽ നടക്കുന്ന ദേശീയ നീന്തൽ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനുള്ള അവസരമാണ് കൈവന്നത്. 2022 ക്ലബിന് വേണ്ടി മത്സരിച്ചു. അതിൽ 3 ഗോൾഡ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റിൽ മത്സരിച്ചു, 2 ഗോൾഡ് കിട്ടി. പിന്നെ നാഷണൽ പോയി. അതിൽ സെക്കൻഡ് കിട്ടേണ്ടതായിരുന്നു, ടൈം വ്യത്യാസത്തിൽ മിസ്സായി. പിന്നെ അതിനുശേഷം പാരാ അത്ലറ്റിക്കിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഭിന്നശേഷിക്കാരുടെ തന്നെ. അതിൽ ജാവലിൻ ത്രോയിൽ സെക്കൻഡ് കിട്ടി. പിന്നെ പഞ്ചഗുസ്തിയിൽ പോയിട്ടുണ്ടായിരുന്നു, അതിലും സെക്കൻഡ് തന്നെ കിട്ടിയത്. പിന്നെ വീൽ ചെയർ വടംവലി ഉണ്ടായിരുന്നു, അത് 2 തവണ കിട്ടിയുള്ളതിലും 1 ഫസ്റ്റും 1 സെക്കൻഡും കിട്ടി. അങ്ങനെ അതിനുശേഷമാണ് പിന്നെ ഞാൻ ഒരു സർക്കാർ ജോലി കിട്ടി, ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട്. അത് 6 മാസം, വീണ്ടും 6 മാസം ഒതുക്കി. അത് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ മത്സരത്തിന് ഇറങ്ങിയതാണ് ഈ പ്രാവശ്യം. അതിൽ ക്ലബിന് മത്സരിച്ചപ്പോൾ 3 ഗോൾഡ് കിട്ടി. അതിനുശേഷം വീണ്ടും അതുപോലെ സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ചു. അങ്ങനെ മലപ്പുറത്തിന് വേണ്ടി മത്സരിച്ചു. അതിന് 3 ഗോൾഡ് കിട്ടി. 3 ഇവൻ്റായിരുന്നു. ബാക്ക് സ്ട്രോക്ക് 50, ബാക്ക് സ്ട്രോക്ക് 100, ബ്രസ്റ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞ റേറ്റ് ഉണ്ട്. എന്നാൽ കുടുംബഭാരം ചുമലേറ്റിയ ഈ യുവാവ് സൈക്കിൾ റിപ്പയർ ഷോപ്പിൽ ജോലി ചെയ്ത് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ പരിശീലനത്തിനും ദേശീയ മത്സരത്തിനുള്ള പണം കണ്ടെത്താനാകാത്ത വിഷമസന്ധിയിലാണ്. ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമേറെയുള്ള ഭിന്നശേഷിക്കാരനായ യുവാവിന് സ്പോൺസർഷിപ്പ് ലഭിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. NCV ന്യൂസ് പൊന്നാനി. പുതുമയണിഞ്ഞ് എടപ്പാൾ, കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.